ഹായ്, ഞാൻ രാധിക ഡിജു. ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ജൂലൈ 17 നടക്കാനിരിക്കുന്ന NEET 2022 എപ്പിയർ ചെയ്യാൻ പോകുന്ന ആസ്പിറൻസിൻ്റെ അടുത്താണ്. നമുക്കറിയാം, ഒരു 9-10 ദിവസമേ കഷ്ടിച്ച് എക്സാമിനുള്ളൂ. സോ വളരെ സ്ട്രെസ്ഫുള്ളായ, ക്വസ്റ്റ്യൻ മാർക്സ് നിറഞ്ഞ, ഇൻസെക്യൂർ ആയ ഒരു പീരീഡിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഇയറിൽ ഈ ഒരു ടൈം പീരീഡിൽ ഞാനും വളരെയേറെ സ്ട്രെസ്ഡ് ആയിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മെയിൻലി ബിക്കോസ് എൻ്റെ ടഫ് സബ്ജക്റ്റായ ഫിസിക്സ് ആലോചിച്ചിട്ടായിരുന്നു. സോ ഈ ഒരു ടൈം ഞാൻ എങ്ങനെ മാനേജ് ചെയ്തു, അതേപോലെ തന്നെ സ്ട്രെസ്, ടെൻഷൻ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്തു എന്നാണ് ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓൾസോ നിങ്ങൾക്ക് ഇനി നീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, നീറ്റ് എക്സാം ഡേറ്റ് അന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമോ എന്നൊക്കെ ഡൗട്ട് മനസ്സിലുണ്ടെങ്കിൽ കീപ് വാച്ചിങ് ദിസ് വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, റിഗാർഡിങ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ഏതൊരു എക്സാമിൻ്റെയും ഭാഗമാണെന്നുള്ള മനസ്സിലാക്കുക. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദി ഗെയിം യു വോണ്ട് പാനിക്. സോ ഇത് എക്സാമിൻ്റെ ഭാഗമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും, എല്ലാവർക്കും നല്ല പ്രഷർ ഉണ്ടാവും. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഓവർവെൽം എന്നൊരു ഫീലിംഗിലേക്ക് കൊണ്ടെത്തിക്കരുത്. അത് രണ്ടും നിങ്ങളുടെ കൺട്രോളിൽ ഉണ്ടാകണം. ആൻഡ് സെക്കൻഡ്ലി, റിഗാർഡിങ് ടൈം മാനേജ്മെൻറ്റ്, നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാവണം. ഏത് സബ്ജക്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, സെക്കൻഡ് ഏത് സബ്ജക്റ്റാണ് അറ്റൻഡ് ചെയ്യുക, ആൻഡ് ഏത് സബ്ജക്റ്റ് വെച്ച് എൻഡ് ചെയ്യും, എത്ര ടൈം ബാക്കി നിങ്ങൾ വെക്കും, ഒരു ലൂപ്പും കൂടി പോയി നോക്കാൻ വേണ്ടിയിട്ട്. ഓൾസോ എത്ര ടൈമാണ് ഓരോ സബ്ജക്റ്റിന് അലോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ മൈ കേസ് ഇറ്റ് വാസ് ഫിസിക്സ് ഞാൻ 45 മിനിറ്റ്സ്, കെമിസ്ട്രി 45 മിനിറ്റ്സ് ആൻഡ് ബയോളജി ഒരു അരമണിക്കൂർ, ബാക്കിയുള്ള ടൈം ഒരു ലൂപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു മോക്ക് ടെസ്റ്റിൻ്റെ പാറ്റേൺ. എക്സാം ഡേ ഫിസിക്സ് പേപ്പർ കുറച്ച് ലെങ്ത് ആയിരുന്നു. സോ ഓൾസോ ഫിസിക്സ് ആണ് എൻ്റെ ടഫ് സബ്ജക്ട്. സോ എനിക്ക് 1 hour വേണ്ടി വന്നിട്ടുണ്ട്. കെമിസ്ട്രി 45 മിനിറ്റ്സ് എടുത്തു, ബയോളജി 45 മിനിറ്റ്സ് ആൻഡ് ബാക്കി അരമണിക്കൂർ ഒരു പ്രാവശ്യം കൂടി ഞാൻ പേപ്പറിലൂടെ പോയി നോക്കുകയാണ് ചെയ്തത്. സോ ഇങ്ങനൊരു പ്ലാൻ ഫിക്സ് ചെയ്തതിനെ കൊണ്ട് തന്നെ എനിക്ക് എക്സാം ഹാളിൽ നിന്ന് ഐ കുഡ് സേവ് എ ടൺ ലോട്ട് ഓഫ് ടൈം. ഓൾസോ ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം, ഏത് സബ്ജക്റ്റ് വെച്ച് തുടങ്ങണം, ഏത് സബ്ജക്റ്റ് വെച്ച് എൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തായാലും ഈ മോക്ക് ടെസ്റ്റിലൂടെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, ഏത് വെച്ച് തുടങ്ങും, എത്ര ടൈം ഓരോ സബ്ജക്റ്റിനും അലോട്ട് ചെയ്യും എന്നുള്ളതൊക്കെ. Now the third thing, last thing but not the least, everyone is unique. എല്ലാവരുടെയും ഐക്യവും സെയിം ഒന്നുമല്ല. അതേപോലെ തന്നെ ആയിരിക്കും സ്ട്രെസ്സിൻ്റെ കാര്യം. ചിലർ വളരെ കൂളായിട്ടായിരിക്കും എക്സാം എഴുതുക. എൻ്റെ കാര്യത്തിൽ നല്ല സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്സ് തന്നെയായിരുന്നു എൻ്റെ ഒരു വില്ലൻ എന്ന് പറയാം സ്റ്റോറിയിൽ. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ജസ്റ്റ് മിസ്സാവുന്നത് ഈ ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാരണമാണ്. പക്ഷേ ബയോളജി എൻ്റെ സ്ട്രെങ്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നൗ കെമിസ്ട്രി വാസ് സംവെയർ ഇൻ ബിറ്റ്വീൻ ദീസ് ടു. ബട്ട് സ്റ്റിൽ അവസാനത്തെ ഈ ഒരു ദിവസങ്ങളിൽ കെമിസ്ട്രിയിലെ, ഇനോർഗാനിക്കിലെ ചില കമ്പൗണ്ട്സിനെ കുറിച്ചും ഓർഗാനിക്കിലെ ചില ഇക്വേഷൻസും ഒക്കെ മറന്നു പോകുന്ന പോലെ തോന്നിയിരുന്നു. ബയോളജിക്കും ഇതേ സെയിം പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. But one thing which I want to tell you is that don't let the things which you can't do interfere with the things which you can do. നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ഉണ്ടാവും. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് നന്നായി ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കുക, റിവൈസ് ചെയ്യുക. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുക. സോ ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ് ബൈ റിമൈൻഡിങ് യു ദ വേർഡ്സ് ഓഫ് അർത്തുരാജ്. സോ ഡു വാട്ട് യു ക്യാൻ, സ്റ്റാർട്ട് ഫ്രം വേർ യു ആർ ആൻഡ് ഗിവ് ഇറ്റ് എവറിത്തിങ് യു ഹാവ് ഗോട്ട്. താങ്ക് യു.